അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടി ഫണ്ട് നൽകിയില്ല, ടിപ്പറിന്റെ ചില്ലടിച്ച് തകർത്തതായും യുവതിയെ കയ്യേറ്റം ചെയ്തതായും പരാതി. അഞ്ചലിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിക്ക് പീഡനം, പ്രതി അറസ്റ്റിൽ. കൊല്ലം ഇരട്ടക്കുളങ്ങര സ്വദേശി ദിനു കണ്ണനാണ് പിടിയിലായത്. ചാത്തന്നൂർ മീനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സംഘർഷം, ഒരാൾ അറസ്റ്റിൽ. മീനാട് വടക്കേ ഭാഗം സ്വദേശി വൈശാഖാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടി ഫണ്ട് നൽകാത്തതിൽ ടിപ്പറിന്റെ ചില്ലടിച്ച് തകർക്കുകയും യുവതിയെ കയ്യേറ്റം ചെയ്തതായും പരാതി. അഞ്ചൽ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ARM സന്തോഷ്, മുൻ മണ്ഡലം പ്രസിഡന്റ് സേതുനാഥ് എന്നിവർക്കെതിരെയാണ് പരാതി. അഞ്ചൽ കരിക്കോൺ സ്വദേശി ശ്രീകുട്ടിയാണ് കൊല്ലം റൂറൽ SP-ക്കും പുനലൂർ DYSP-ക്കും പരാതി നൽകിയത്. അത് ചോദ്യം ചെയ്യാൻ പോയ എന്നെ അവര് ഇതുപോലെ മർദ്ദിക്കുകയും ചെയ്തു. എന്റെ ഡ്രസ്സിലൊക്കെ അവർ കയറി പിടിച്ച് എന്നെ മർദ്ദിക്കുകയും ചെയ്തു. നിയമപരമായി അനുമതി വാങ്ങിയ അഞ്ചൽ ബൈപ്പാസിന് സമീപത്തെ വസ്തുവിൽ മണ്ണിടാനും തുടർന്ന് ബിൽഡിംഗ് നിർമ്മിക്കുവാനുമാണ് തങ്ങൾ കരാർ ഏറ്റെടുത്തതെന്ന് ആയൂർ ഫാത്തിമ എർത്ത് മൂവേഴ്സിലെ മാനേജ്മെന്റ് അംഗമായ കരികോൺ സ്വദേശിനി ശ്രീകുട്ടി പറഞ്ഞു. കോൺട്രാക്ടറും കൺസ്ട്രക്ഷൻ വർക്കും കൂടെയാണ് എടുത്തത്. ആ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ മണ്ണിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ എല്ലാ ഇതും എടുത്തിട്ടാണ് ഞങ്ങളിവിടെ മണ്ണിടുന്നത്. 2 ദിവസം മുമ്പ് കോൺഗ്രസ്സിലെ സേതു എന്ന് പറയുന്ന അയാളും പിന്നെ സന്തോഷ് ഏറത്ത് മെമ്പറാണ്, അയാളും കൂടി ചേർന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പൈസ ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തരത്തിലൊന്നും പറഞ്ഞില്ല, തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മണ്ണിടുന്ന സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളായ സന്തോഷ്, സേതു എന്നിവർ പാർട്ടി ഫണ്ടിലേക്ക് 10,000 രൂപ ആവശ്യപ്പെടുകയും ഉടൻ നൽകാൻ പറ്റില്ലെന്നും പിന്നീട് നൽകാമെന്നും പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പായിരുന്നു ഫണ്ട് ആവശ്യപ്പെട്ടത്. ഇതിനിടയിലാണ് ഇരുവരുടെ നേതൃത്വത്തിൽ മണ്ണിടുന്ന സ്ഥലത്തെത്തിയ സംഘം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന യുവതിയെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും പിന്നീട് ടിപ്പർ ലോറി ആലപ്പുഴയ്ക്കലിൽ വെച്ച് തടഞ്ഞിട്ട് ചില്ലടിച്ച് തകർക്കുകയും ചെയ്തതെന്ന് ശ്രീകുട്ടി പറയുന്നു. അപ്പോൾ ആ വന്ന വണ്ടിയിൽ ഡ്രൈവറിനെ തടയുകയും അയാളെ മർദ്ദിക്കുകയും അയാളെ ചീത്ത വിളിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ പോയി എന്താ കാര്യമെന്ന് ചോദിക്കുകയും അവരെന്നെ ഒരു സ്ത്രീയെന്ന് പോലും ഉള്ളൊരു പരിഗണനയില്ലാതെ എന്നെ ചീത്ത വിളിക്കുകയും നിനക്കെന്താടി ഇവിടെ കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഇപ്പം ബൈപ്പാസാണ്, 24 hours വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാനങ്ങനെ തിരിച്ച് ഇവിടെ പ്രശ്നം രൂക്ഷമായതിനു ശേഷം എനിക്ക് സ്കൂട്ടി ഉണ്ട്, ഞാൻ വണ്ടിയിൽ കയറി എൻ്റെ പേഴ്സും മൊബൈലും വെക്കാൻ നേരത്ത് ഇവർ എൻ്റെ കൈ പിടിച്ച് സീറ്റിൻ്റെ അകത്ത് അമർത്തുകയും പിന്നെ എൻ്റെ കൈ പിടിച്ച് തീറ്റുകയും ചെയ്തു. എൻ്റെ കൈക്ക് ചതവുണ്ട്, തോളിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഓർത്തോയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. ടിപ്പറിന്റെ ചില്ലടിച്ച് തകർത്ത സംഭവത്തിൽ കടയ്ക്കൽ പോലീസിൽ ടിപ്പർ ഉടമ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കായി കരികോണിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ അഞ്ചൽ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ എത്തിയെങ്കിലും ചർച്ച നടന്നില്ല. പിന്നീട് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കരികോണിൽ നിന്നും എത്തിയ യുവാക്കളുടെ തെറിവിളിയിലും വെല്ലുവിളിയിലുമാണ് അവസാനിച്ചത്. എന്നാൽ പാർട്ടി ഫണ്ട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബൈപ്പാസിൽ മഴ സമയത്തുള്ള വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി മണ്ണിടുന്ന കൂട്ടത്തിൽ പൈപ്പ് കൂടി സ്ഥാപിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ചീപ്പോയിൽ ഭാഗത്തും മണ്ണിട്ട് നികത്തുമായി ബന്ധപ്പെട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു എന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ബഹുമാന്യനായ മണ്ഡലം പ്രസിഡന്റായ ARM സന്തോഷ് മൂത്ത് ഞാൻ ആ സംഭവ സ്ഥലത്ത് പോകുന്നതും അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ലോറി അവിടെ തടഞ്ഞിടുകയും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് അപ്പോൾ തന്നെ ഈ മെസ്സേജ് നൽകുകയും ചെയ്തതാണ്. പിന്നീട് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഈ സ്കൂട്ടറും ബന്ധപ്പെട്ട ഈ ആളുകളുമായി അവിടെ സംസാരിക്കുകയും ചെയ്തതാണ്. പോലീസിന് ഇത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്
ഞങ്ങൾ രാഷ്ട്രീയമായി പിരിവ് ചോദിച്ചെന്നുള്ളതാണ്. തീർച്ചയായിട്ടുമാണ് ഞങ്ങൾ പിരിവ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പിരിവ് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 രൂപ ഈ പാർട്ടി ഓഫീസിൽ കൊണ്ടെത്തിക്കുകയും അതിന് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ച് സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളെ വിളിച്ചൊരു പരാതി പറയുമ്പോൾ അത് 2000 രൂപ വാങ്ങി എന്നതിൻ്റെ പേരിൽ അവിടെ അനധികൃതമായി മണ്ണിട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നു പറയുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ബന്ധപ്പെട്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശാസ്താനട പാറപ്പുറത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കർഷകർക്ക് സബ്സിഡി വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയും നടത്തി. ക്ഷീരഗ്രാമം പദ്ധതി, കർഷകർക്കുള്ള സബ്സിഡി വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു. ക്ഷീര കർഷകരെ സംരക്ഷിച്ച് പാലിന്റെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ക്ഷീരഗ്രാമം പദ്ധതി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാർ, മൃഗസംരക്ഷണ വകുപ്പ്, പോരുവഴി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്തമായാണ് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പോരുവഴി ശാസ്താനട പാറപ്പുറത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അപ്പോൾ 6,50,000 പശുക്കളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ പാല് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും? ഞങ്ങൾ ഒരു കണക്ക് നോക്കിയപ്പോൾ മിനിമം 1 ലിറ്റർ പാല് വർധനമുണ്ടായാൽ മതി ഒരു പശുവിൽ നിന്ന്. അപ്പോൾ 15 ലിറ്റർ പാല് തരുന്ന പശു ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അത് 12 ലിറ്റർ, അത് ചിലപ്പോൾ 11 ലിറ്റർ, ചിലപ്പോൾ 1 ലിറ്റർ വർദ്ധിച്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് തീറ്റയിലെ വ്യത്യാസങ്ങളാണ് പാല് കുറയുവാനുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നല്ല തീറ്റ, ഏറ്റവും നല്ല ഗുണപ്രദമായിട്ടുള്ള തീറ്റകൾ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കണം. ഇത്തവണ ഞങ്ങൾ ഒക്കുമെങ്കിൽ സബ്സിഡി ഉൾപ്പെടെ ഈ തീറ്റയിൽ കൊടുക്കുവാൻ എല്ലാ കർഷകർക്കും തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തവണ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. 2 ഹീമോ ചെയ്യുന്ന ആൾക്ക് 1000 രൂപയും 5 ഹീമോ ചെയ്യുന്ന ആൾക്ക് 2000 രൂപയും കൊടുക്കത്തക്ക തരത്തിലുള്ള വലിയ പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ നടപ്പാക്കി. കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന പഞ്ചായത്ത് പോരുവഴി പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഞങ്ങൾ ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് കേരളത്തിൽ ആദ്യമായി മരുന്ന് കൊടുത്ത പഞ്ചായത്തും പോരുവഴി പഞ്ചായത്താണ്. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ പ്രോജക്റ്റാണ്. അതുകൊണ്ട് 10 ലക്ഷം രൂപയുടെ മരുന്നാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ അനുഭവിക്കുന്ന ക്യാൻസർ ഡയാലിസിസ് രോഗികൾ. അവർക്ക് വളരെ കൈത്താങ്ങായിട്ടാണ് ഞങ്ങൾ അങ്ങ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചു. ഈ വർഷത്തെ പ്രോജക്റ്റ് ഞങ്ങൾ വിഷു അക്കാദമി. വിഷു കേരളത്തിലെ വേറെ എങ്ങും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല. അതും കേരളത്തിൽ ആദ്യമായി നടപ്പാക്കുന്ന പഞ്ചായത്ത് പോരുവഴി പഞ്ചായത്ത് തന്നെയാണ്. വൈസ് പ്രസിഡന്റ് നസീറ ബിബി സ്വാഗത പ്രസംഗം നടത്തി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ, ക്ഷീര വികസന ഡെപ്യൂട്ടി ഡയറക്ടർ മഹേഷ് നാരായണൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശ്യാമളയമ്മ, ശാസ്താംകോട്ട ക്ഷീര വികസന ഓഫീസർ കെ ഓമനക്കുട്ടൻ, ഡയറി ഫാം ഇൻസ്പെക്ടർ പത്മജ ദേവി ആർ തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രതിഷേധ സംഗീത സമരസായാഹ്നം സംഘടിപ്പിച്ചു. അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇടപ്പള്ളിക്കോട്ടയിൽ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സംഗീത സമരസായാഹ്നം സംഘടിപ്പിച്ചത്. ധ്വനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തുണ്ടേ, തീരെ അഞ്ചും തെളിയുന്നു മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചീലമ്പൊന്ന ചീലങ്കയുണ്ടേ, വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ. ഇടപ്പള്ളിക്കോട്ടയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സംഗീത സമരസായാഹ്നം സംഘടിപ്പിച്ചത്. ധ്വനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കണ്ടം പുട്ടിയടിക്കാൻ കരിപ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരി ഉള്ളം കിടുങ്ങാത്ത പേരക്കിടാങ്ങളുണ്ടേ, കണ്ടം പുട്ടിയടിക്കാൻ കരിപ്പാറക്കരങ്ങളുണ്ടേ, വെള്ളം കോരി ഉള്ളം കിടുങ്ങാത്ത പേരക്കിടാങ്ങളുണ്ടേ. തിരക്കഥാകൃത്ത് ശ്രീകുമാർ അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു സമരത്തെ സംഗീതത്തോടൊപ്പം നിർത്തി ചെയ്യാൻ കാണിച്ച ധ്വനിക്കൂട്ടായ്മ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. എല്ലാവരും ഓരോ നിമിഷവും ഇതിനുവേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ മനോഹരമായ ഈ പ്രതിഷേധം സംഗീത സാന്ദ്രമാക്കി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും ധ്വനി രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത് പ്രശസ്ത തിരക്കഥാകൃത്തും നമ്മുടെ ചവറയുടെ അഭിമാനതാരവുമായ ശ്രീ അറയ്ക്കൽ ശ്രീകുമാർ ഈ സംരംഭം പ്രതിഷേധ സമര സായാഹ്നം ആരംഭിക്കുകയാണ്. ഇവിടെ പാടുന്നതിന് വേണ്ടി പ്രശസ്ത ഗായകരായിട്ടുള്ള അഭിലാഷും ശ്യാമും എല്ലാം എത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധ സംഗീത സമര സായാഹ്നത്തെ അന്വർത്ഥമാക്കും. നമ്മുടെ പ്രതിഷേധ വികാരം കൃത്യമായി അറിയിക്കും. ഈ സമരം കൂടുതൽ കാലികമാക്കുവാനും ജനകീയമാക്കുവാനുമാണ് ഇത്തരമൊരു സമരപരിപാടിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. ധ്വനി പ്രസിഡന്റ് D മോഹനൻ സ്വാഗതം പറഞ്ഞു. പന്മന ബാലകൃഷ്ണൻ, അഭിലാഷ് ആദി, ശ്യാം, T നജീബ്, A പാലോട് രമേശ് ബാബു, സലാം സിത്താര, B ഷമീർ, ക്ലമൻ ബാബു, കബീർ മുളംതാഴത്ത്, അൻവർ സാദത്ത്, ബിജു ഇടപ്പള്ളി, ലത്തീഫ്, ഷമീർ കിണർവിളയിൽ, നിഷാദ്, ഷിഹാബുദ്ദീൻ മമ്മൂട്ടിൽ, നിസാർ, നൌഷാദ്, വേണു, സുരേന്ദ്രൻ, രമണൻ, സിദ്ധാർത്ഥ്, ധ്വനി ഭാരവാഹികളായ PS ഷൈൻ, സനിൽകുമാർ, ഷാജ്, സാലു, ബിനു കമ്പട്ടിയിൽ, VV പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച പ്രതിയെ കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ഇരട്ടക്കുളങ്ങര ദീപു ഭവനത്തിൽ ദിനുകണ്ണനാണ് പോലീസ് പിടിയിലായത്. യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും വിവാഹ വാഗ്ദാനവും നൽകി കഴിഞ്ഞ 3 മാസമായി നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുടെ പിതാവാണെന്നുള്ള വിവരം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പീഡനം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. KSKTUവിന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സാമ്പത്തിക അസമത്വത്തിനെതിരെയും രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുന്ന സമീപനങ്ങൾക്കെതിരെയുമാണ് പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചത്. KSKTUവിന്റെ നേതൃത്വത്തിൽ കാപ്പിൽ കുറ്റിപ്പുറത്താണ് പരിപാടി നടത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് V പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. T അനൂപ് അധ്യക്ഷത വഹിച്ചു. S നസീം, M നസീർ, I റഫീഖ്, T കൃഷ്ണൻകുട്ടി, MV ശ്യാം, AP പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പാവുമ്പ ചുരുളി കോളനിയിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. AM ആരിഫ് MP നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. പാവുമ്പ ചുരുളി കോളനിയിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. AM ആരിഫ് MPയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 27 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം AM ആരിഫ് MP നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മുടെ കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിക്ക് നമ്മൾ ആംബുലൻസ് കൊടുത്തു. കരുനാഗപ്പള്ളി ആശുപത്രിയിൽ 10 IC യൂണിറ്റുകൾ സജ്ജമാക്കി. അതുപോലെ സ്കാനിങ് മെഷീൻ കൊടുത്തു. ഇങ്ങനെ ഒരു ജനപ്രതിനിധി ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ കരുനാഗപ്പള്ളിക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചത് ഓപ്പൺ ഫ്ലൈ ഓവർ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഞാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് നമ്മുടെ പ്രസിഡന്റും മെമ്പറും അമ്പലിക്കുട്ടിയും സത്യദേശ ബിജു എല്ലാം കൂടെ പറഞ്ഞത് ഇവിടെ കോളനിക്ക് കുറച്ച് പൈസ തരണം, കോളനി നവീകരണത്തിന്. അപ്പോൾ അതിൻ്റെ സൈഡ് കല്ലുകെട്ട്, അതുപോലെ ലൈബ്രറി, മറ്റു കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് 27 ലക്ഷം രൂപയാണ് ഈ കോളനിക്ക് തന്നിട്ടുള്ളത്. അത് തരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ബിജു ചുരുളി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, സരസൻ, തഴവ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KJ സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സിൽവർ ജൂബിലി മന്ദിരത്തിന് ശിലയിട്ടു. മേയർ പ്രസന്ന ഏണസ്റ്റ് ശിലാസ്ഥാപനം നിർവഹിച്ചു. 3 കോടി രൂപ ചെലവഴിച്ച് കോർപ്പറേഷൻ കോമ്പൗണ്ടിലാണ് മന്ദിരം നിർമ്മിക്കുന്നത്. ഇവിടെ കിടക്കുന്ന ആവശ്യമില്ലാത്ത കുറേ വാഹനങ്ങൾ, മറ്റ് ആക്രി സാധനങ്ങളെല്ലാം നമ്മൾ തൊട്ടടുത്ത ദിവസം നമുക്ക് ഇവിടുന്നത് ലേലം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നടപടി സ്വീകരിക്കണം. ഇപ്പം ഇവിടെ തന്നെ നമുക്കറിയാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് റോഡും മറ്റു കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗ് സെക്ഷൻ DBയിലൊക്കെ ചെന്നാൽ അവരെങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവരെ ഞങ്ങൾ
അതൊന്നും ചോദിക്കാതെ നിങ്ങൾ ജോലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ അതേ വരുന്നത്. എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സിൽവർ ജൂബിലി മന്ദിരം കെട്ടിത്തരാം, അതുപോലെ ചുമ്മാ ഇരിക്കാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇരിക്കുന്ന പരിമിതിക്കകത്ത് ചെയ്യാനേ പറയാൻ പറ്റത്തുള്ളൂ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ, ആരോഗ്യ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാ കൃഷ്ണൻ, നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK സവാദ്, കോർപ്പറേഷൻ സെക്രട്ടറി RS അനു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ A ബീന എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ അഡ്വക്കേറ്റ് G ഉദയകുമാർ, M സജീവ് എന്നിവർ പങ്കെടുത്തു. കോർപ്പറേഷൻ ഓഫീസിന് സമീപം 3 നിലയിൽ നിർമ്മിക്കുന്ന സിൽവർ ജൂബിലി മന്ദിരത്തിന് ബജറ്റിൽ 3 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ മേമന GLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. MP ഫണ്ടിൽ നിന്ന് സ്കൂളിന് ബസ് അനുവദിക്കുമെന്ന് MP പ്രഖ്യാപിച്ചു. ഓച്ചിറ മേമന GMLP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളാണെങ്കിൽ ഞാൻ 3 സ്കൂളിൽ കൊടുത്തു, സർക്കാർ സ്കൂളിൽ 8% അമ്പലപ്പുഴ സർക്കാർ UP സ്കൂൾ 1800 കുട്ടികളാണ് ഒരു UP സ്കൂളിൽ പഠിക്കുന്നത്. അമ്പലപ്പുഴയിൽ നമ്മുടെ ആ വണ്ടാനം ഹോസ്പിറ്റലിനോട് ചേർന്ന് കിടക്കുന്ന സ്കൂളിൽ 1800 UP സ്കൂളിലെ കുട്ടികളാണ്. 8 ബസ്സുണ്ട് അവിടെ, ഞാൻ കൊടുത്ത ഒരെണ്ണം ഉൾപ്പെടെ. ഈ ഒരൊറ്റ ബസ്സിനും ഒരു കുഴപ്പമില്ല. അവരെ പോലെ ഒരു PTA കൊടുത്താൽ എനിക്ക് സന്തോഷമുള്ളൂ. PTA-ക്കാരെ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നഗർകാരനും നല്ല കച്ചവടമുള്ളതുകൊണ്ട് ഞാൻ കാണുന്നത്. വേറെ വെക്കാൻ പറ്റുന്ന ആളുകളല്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഇത് നമ്മൾ നിസ്സാര കളിയല്ല. ഇപ്പൊ നമ്മുടെ കുട്ടികളോട് 300 രൂപ അല്ലെങ്കിൽ 400 രൂപയുടെ ചെലവിലേക്ക് വേണ്ടി നമുക്ക് ഒരു ലാഭവും ഇല്ലാതെ തന്നെ താന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ തരും. അത് കഴിയുമ്പോൾ പിന്നെ കുടിശ്ശി വരും. മുറുകി ചോദിച്ചാൽ എന്നാൽ ഞാൻ അപ്പുറത്തെ സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചോളാം. അപ്പൊ നമ്മുടെ ടീച്ചർമാർ ആകെ വിഷമത്തിലാണ്. ഇതൊക്കെ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. MP ഫണ്ടിൽ നിന്നും കുട്ടികൾക്കായി ബസ് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. N കൃഷ്ണകുമാർ, ലത്തീഫ ബീബി, ഗീത രാജു, ഹാരിസ, ജിതിൻ ഷാ, മെഹർഖാൻ ചേന്നല്ലൂർ, അയ്യാണിക്കൽ മജീദ്, ഷെരീഫ്, ഗീതാഞ്ജലി, അൻസാറെ മലബാർ, ഷെറി, നൌഫൽ, കേശവപിള്ള, ബാബു സത്താർ, നിഷ, ഹാരിസ്, ബിന്ദു, സൗമ്യ, സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ റോബോട്ടിക്സിൽ ഏഷ്യൻ റെക്കോർഡ് തീർത്തു. 200 സോക്കർ റോബോട്ടുകളുമായാണ് ഏഷ്യൻ റെക്കോർഡ് നേടിയത്. 4 സിന്തറ്റിക് കോർട്ടുകളിൽ 5 പേർ വീതമുള്ള 2 ടീമായാണ് കുട്ടി റോബോട്ടുകളുമായി സോക്കർ മത്സരം നടത്തിയത്. പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ റോബോട്ടിക് ക്ലബ്ബാണ് 200 സോക്കർ റോബോട്ടുകളുമായി രണ്ടാമത് ഏഷ്യൻ റെക്കോർഡ് നേടിയത്. URF വേൾഡ് റെക്കോർഡ് ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറിയും ഗിന്നസ് പുരസ്കാര ജേതാവുമായ ഗിന്നസ് സുനിൽ ജോസഫ് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഐഡിയ ഇല്ല, അതുകൊണ്ട് സാറ് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്ത് കാണിക്കണം തന്നെ അല്ലേ? ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാം, നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം ഇപ്പോൾ 200 പേര് ഓളം 20 ടീമായിട്ട് തിരിഞ്ഞ് നിങ്ങൾ മത്സരിക്കും അല്ലേ? അതിൽ നിന്ന് അത് ഒരു കോമ്പറ്റീഷൻ അത് സ്കൂൾ നടത്തുന്നതായിരിക്കും. പക്ഷെ നമ്മൾക്ക് അറിയേണ്ട 200 പേര് നിങ്ങൾ അതിനകത്ത് പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ടോ? whether you are able to handle all these things. We just go for it, verify. If it is okay, we will declare for the record. പഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജാകുമാരി, K ഉണ്ണികൃഷ്ണൻ, സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ മാനേജർ U സുരേഷ്, PTA പ്രസിഡന്റ് CL ഗിരീഷ് ചന്ദ്രൻ, പ്രിൻസിപ്പൽ ഗിരീഷ് ബാബു KV, ടെക്കോസ റോബോട്ടിക്സ് ചീഫ് അക്കാഡമിക് ഡയറക്ടർ അശ്വതി B രാജ് എന്നിവർ പങ്കെടുത്തു. അലങ്കരിച്ച 4 സിന്തറ്റിക് കോർട്ടുകളായി തിരിഞ്ഞ് 5 പേർ വീതമുള്ള 2 ടീമായാണ് വിദ്യാർത്ഥികൾ കുട്ടി റോബോട്ടുമായി സോക്കർ മത്സരം നടത്തിയത്. വൈഫൈ റിമോട്ടുകൾ നിയന്ത്രിച്ചായിരുന്നു മത്സരം. 500ഓളം രക്ഷിതാക്കളും ഇതര സ്കൂൾ വിദ്യാർത്ഥികളും മത്സരം കാണാനെത്തി. സ്കൂൾ റോബോട്ടിക്സ് ക്ലബിലെ 2 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികൾ സ്വന്തമായി അസംബിൾ ചെയ്ത് അവർ തന്നെ പ്രോഗ്രാം ചെയ്യുന്ന റോബോട്ടുകളുമായാണ് കളിക്കായി എത്തിയത്. 2020-ൽ രാജ്യത്താദ്യമായി കുട്ടികളെ ഉപയോഗിച്ച് റോബോട്ട് നിർമ്മിക്കുകയും 221 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഗാ റോബോട്ടിക് ചലഞ്ചിലൂടെ 12 മിനിറ്റ് സമയം അത്രയും തന്നെ റോബോട്ടുകൾ വിദ്യാർത്ഥികൾ അസംബിൾ ചെയ്ത് പ്രവർത്തിപ്പിച്ചു എന്ന ഏഷ്യൻ റെക്കോർഡ് സിദ്ധാർത്ഥ നേരത്തെ നേടിയിരുന്നു. ഗെയിമിൽ 5 ഗോളുകൾ നേടിയ ആദിനാഥ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു.
2 ടീമുകൾക്ക് സമാപന സമ്മേളനത്തിൽ ഗിന്നസ് സുനിൽ ജോസഫ് ട്രോഫി സമ്മാനിച്ചു. URF ഏഷ്യൻ റെക്കോർഡ് അവാർഡ് സിദ്ധാർത്ഥ സെൻട്രൽ മാനേജർ സുരേഷ്, പ്രിൻസിപ്പൽ ഗിരീഷ് ബാബു KV, PTA പ്രസിഡന്റ് L ഗിരീശ്ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചാത്തന്നൂർ മീനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. മീനാട് വടക്കേ ഭാഗം സ്വദേശിയും നിലവിൽ ചാത്തന്നൂർ ഉളിയനാട് താമസിക്കുന്ന ആളുമായ വൈശാഖാണ് അറസ്റ്റിലായത്. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. മീനാട് ജോയി ഭവനിൽ 42 വയസ്സുള്ള ജോഷിനാണ് കുത്തേറ്റത്. ജോഷിന്റെ ജ്യേഷ്ഠൻ ജോയിയുടെ വലത്തെ കണ്ണിനും ജോയിയുടെ മകൻ റിൻസിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഉത്സവത്തോടനുബന്ധിച്ച് വയലിൽ നെടുംകുതിരയെടുപ്പ് നടക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ജോയിയുടെ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചെടുത്തവർക്കെതിരെ സ്റ്റേഷനിൽ പരാതി നൽകുന്നതിന് വേണ്ടി ജോഷും മറ്റു 2 പേരും ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ സംഘടിച്ചു നിന്നവർ ജോഷിനെ നെഞ്ചത്തും വയറിലും കുത്തുകയും പിടിച്ചുമാറ്റാൻ ചെന്ന ജോയിയെയും മകനെയും ആക്രമിക്കുകയുമായിരുന്നു. ഇപ്പോൾ പിടിയിലായ വൈശാഖ് ഉൾപ്പെടെ 10ഓളം പ്രതികൾക്കെതിരെ ചാത്തന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ചാത്തന്നൂർ ACPയുടെയും ചാത്തന്നൂർ SHOയുടെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്. വരും ദിവസങ്ങളിൽ പ്രതികളെല്ലാം തന്നെ പിടിയിലാകുമെന്ന് ചാത്തന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പാവുമ്പ വടക്ക് കുമ്പര ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിൽ അത്തം തിരുനാൾ ഉത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. പാവുമ്പ വടക്ക് കുമ്പഴ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിൽ അത്തം തിരുനാൾ മഹോത്സവം നടത്തി. ക്ഷേത്രതന്ത്രി വെട്ടിക്കോട്ട് മേപ്പള്ളിയിലം വേണുഗോപാൽ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി വിഷ്ണു പോറ്റിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും നടത്തി. പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, പൊങ്കാല, നിറപറ സമർപ്പണം, ഭാഗവത പാരായണം, വാർഷിക കലശപൂജ, സർപ്പപൂജ, നൂറുംപാലും, പുള്ളുവൻപാട്ട്, അന്നദാനം, താലപ്പൊലി ഘോഷയാത്ര, ദീപാരാധന, ദീപക്കാഴ്ച, ആകാശക്കാഴ്ച തുടങ്ങിയവയും നടത്തി. ചിറക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മങ്ങാട്ടുവിള മാർക്കറ്റ്, വേങ്ങേൽ ജംഗ്ഷൻ വഴി തിരികെ ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടി ഫണ്ട് നൽകിയില്ല, ടിപ്പറിന്റെ ചില്ലടിച്ച് തകർത്തതായും യുവതിയെ കയ്യേറ്റം ചെയ്തതായും പരാതി. അഞ്ചലിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിക്ക് പീഡനം, പ്രതി അറസ്റ്റിൽ. കൊല്ലം ഇരട്ടക്കുളങ്ങര സ്വദേശി ദിനു കണ്ണനാണ് പിടിയിലായത്. ചാത്തന്നൂർ മീനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സംഘർഷം, ഒരാൾ അറസ്റ്റിൽ. മീനാട് വടക്കേ ഭാഗം സ്വദേശി വൈശാഖാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2 വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.